ഇസ്രായേലിൽ നിന്ന് രമ്യ കൂടി ചേരുന്നുണ്ട്. രമ്യ, ഇതിൽ യെസ്, വളരെ പെട്ടെന്ന് വേണുനായർ ഞാൻ തിരികെ എത്താം. ഈ രമ്യ, അതായത് 12 ദിവസങ്ങൾക്ക് ശേഷം പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അത്തരമൊരു പ്രതികരണമായിരുന്നു ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഈ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിൽ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് അവിടെ പ്രചരിച്ചിരുന്നു. അതായത് ഒരു വെടിനിർത്തലിലേക്ക് എത്തുന്നു, ഇനി ഇസ്രായേലിൽ സമാധാനം പുലരും, അതല്ല എങ്കിൽ ഇസ്രായേലിൽ ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതെയാകും. അങ്ങനെ അവിടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നോ രമ്യ? ഓൾറെഡി ഇവിടുത്തെ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ പത്രങ്ങൾ പറയായിരുന്നു, അമേരിക്ക യുദ്ധം ഇവർക്കുടെ കൂടെ ഇസ്രായേലിന്റെ കൂടെ കൂടുവാണെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിനുള്ളിൽ മാക്സിമം ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്നായിരുന്നു ഇവിടെ ചർച്ചയിലുണ്ടായിരുന്നത്. അതിന് യുദ്ധം തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവർ ആയുധശേഖരണം നശിപ്പിക്കലായിരുന്നു ഇവർക്കുടെ മെയിൻ ടാർഗറ്റ് ആയിട്ട് വന്നിരുന്നത്. അപ്പൊ ഒരു 5-6 ദിവസം മുമ്പ് പറഞ്ഞു 3-2% ഓൾറെഡി അവര് നശിപ്പിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇന്ന് വെളുപ്പിന് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടി, ഇതുപോലെ സീസ് ഫയറിന് ചാൻസ് ഉണ്ട്, ഓൾമോസ്റ്റ് ആവുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു വെളുപ്പിന്. അപ്പൊ 5 മണിയായപ്പോ ഞങ്ങൾക്ക് അലേർട്ട് വന്നു, ഇതുപോലെ നിങ്ങള് അവിടെ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് രമ്യ, ഈ സീസ് ഫയറിന്റെ സാധ്യത എന്ന് പറയുന്ന മെസ്സേജുകൾ വരുന്നത് ഒഫീഷ്യലി ആയിട്ടുള്ള മെസ്സേജ് ആണോ, അതെയോ ഇപ്പോൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ക്രിയേറ്റ് മറ്റെവിടെ നിന്നെങ്കിലും, അതായത് ഈ ചാനൽ ചർച്ചകളിൽ നിന്നോ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഒന്നാണോ? അത് ഇസ്രായേലിലെ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞ വാർത്തയിൽ വായിച്ചതായിരുന്നു. വെളുപ്പിന് ഓൾറെഡി ഞങ്ങൾ അലേർട്ടാണ്, വയസ്സായാലും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അലേർട്ടാണ്, എപ്പോഴും സൈറൺ വരാലോ. സീസ് ഫയർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ. അപ്പൊ ജസ്റ്റ് മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ മെസ്സേജ് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് 5 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അലേർട്ട് വന്നു. ഞങ്ങൾ കയറി, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു. 7 ടൈം ആയിട്ടാണ് ഈ സംഭവം വന്നിരിക്കുന്നത് നമുക്ക് അലേർട്ട്. അത് സാൽവേ ഓഫ് ബാലിസ്റ്റിക് മിസൈൽ ആണ്, അതായത് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ നമ്പർ ആണ് അവര് വിട്ടോണ്ടിരുന്നത്. അപ്പൊ 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് വീണ്ടും ഇത് നോൺ സ്റ്റോപ്പ് അല്ല. അപ്പൊ ഞങ്ങൾ ഓർത്ത് എന്തായിരിക്കും, ഇപ്പൊ ടി വിയിൽ കാണിച്ചു 7 മണി വരെ ഉള്ളൂ, 7 മണി കഴിഞ്ഞ് അതോടുകൂടി ഇത് ഫിനിഷ് ആവും, സീസ് ഫയർ ആവുന്നു പറഞ്ഞു. പക്ഷെ അത് നീണ്ടു പോയിട്ട് 7:15 ഈ സംഭവം തീരുന്നില്ല. 8 മണിയായിട്ട് ഞങ്ങൾക്ക് റൂമിൽ നിന്ന് ഇറങ്ങും. രാവിലെ 5 മണിക്ക് ഞങ്ങൾ ആ റൂമിൽ അലേർട്ട് വന്ന് കയറപ്പോ 1 by 1 ആയിട്ട് ഇങ്ങനെ 7 ടൈംസ് വന്നു. അതിൽ ടോട്ടൽ 15 ബാലിസ്റ്റിക് മിസൈൽ ആണ് വന്നത്. അതിൽ അതായത് അവിടുത്തെ പ്രാദേശിക സമയം ഏതാണ്ട് 9 മണി വരെ ആ നിയന്ത്രണം തുടർന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണോ സംഭവിച്ചത്? അതെ, ഒരു 8:15-8:30 വരോളം ഞങ്ങൾ അലേർട്ടായിരുന്നു. അതിൽ ആ സമയത്താണ് ബെർഷേവയിൽ വീഴുന്നതും 4 പേര് മരണപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഇറാനും US പ്രസിഡന്റ് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഡിക്ലറേഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഒന്നും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 9:30 ആയപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡിക്ലെയർ ചെയ്ത സീസ് ഫയർ ആണ്, അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നോർത്തേൺ സൈഡിൽ വീണ്ടും സൈറൻ വന്നു, അലേർട്ടായി 2 ബാലിസ്റ്റിക് മിസൈൽ അങ്ങോട്ട് വിട്ടു. അപ്പൊ സീസ് ഫയർ വയലേഷൻ, ഇതിന് ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി ഞങ്ങൾ റിയാക്ട് ചെയ്യുമെന്നാണ് മിനിസ്റ്ററോട് പറഞ്ഞിരുന്നത്, ആർമി മിനിസ്റ്ററോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവർ അതിൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കാം ഡൗൺ എന്നാണ് പറഞ്ഞു ഇസ്രായേലിനോട്, വേറെ ഒരു പ്രശ്നത്തിന് പോകണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അതിനുശേഷം കുറെ ശേഷം അവര് ടെലിഫോണിൽ കോണ്ടാക്ട് ചെയ്യാണ് പ്രധാനമന്ത്രി അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തമ്മിൽ. നെതന്യാഹും ചർച്ചയില് അവസാനം ചെറിയ രീതിയിൽ അവർക്കുടെ റഡാർ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യാൻ മാത്രമുള്ള പെർമിഷനാണ് അമേരിക്കയിൽ നിന്ന് അവർക്ക് ലഭിച്ചേക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ചർച്ച നിൽക്കുമ്പോഴും അവർ ഒഫീഷ്യലി മിനിസ്റ്റർമാരൊക്കെ ആയിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചർച്ച ചെയ്തതിനു ശേഷമാണ് അത് തീരുമാനത്തിലെത്തുള്ളൂ. 12 ഡേ ആൻഡ് നൈറ്റ് ആയിരുന്നു ഇത്. അവിടെ രമ്യ, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടോ? അതായത് ഈ അലർട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ അവിടെ? ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അത് മാറിയിട്ടില്ല. ഓൾറെഡി ഇപ്പൊ 9:30 ശേഷം ഡിക്ലെയർ ചെയ്തതിനു ശേഷം സ്കൂള് നാളെ റീ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു. എയർ സ്പേസ് ഒക്കെ ഓപ്പണിംഗ് ആണ്, നോർമൽ ആണെന്നുള്ള തീരുമാനം നടന്നുകൊണ്ടിരിക്കുന്നതിലേക്ക് രണ്ടാമത് ഇത് വയലേഷൻ ചെയ്ത് അറ്റാക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് മീറ്റിംഗ് ചെയ്ത് തീരുമാനിച്ചിട്ടാണ് അവരത് ഷെഡ്യൂൾ ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നിലവിൽ ഈ സ്കൂളുകളൊന്നും ഓപ്പൺ ചെയ്യുന്നത് സംബന്ധിച്ച് ഒഫീഷ്യലി ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. ഇതിനു ശേഷം വരും എന്നാണ് ഇവിടെ എല്ലാവരും ടി വിയിലൊക്കെ പറയുന്നത്. അതാണ്, ഇതിനു ശേഷം എല്ലാം നോർമൽ ആവും എന്നാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ രമ്യ പറഞ്ഞു അവിടുത്തെ ടെലിവിഷൻ ചർച്ചകൾ അല്ലെങ്കിൽ മീഡിയകളിൽ നിന്നൊക്കെ വരുന്ന ഇൻപുട്ടുകൾ പ്രധാനപ്പെട്ടതാണ് എന്ന്. ഈ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി, അദ്ദേഹത്തിന്റെ പേരും ഇസ്രായേൽ കാറ്റ്സ് എന്നാണ്,
അദ്ദേഹം പറഞ്ഞത് ഉറപ്പായും തിരിച്ചടിക്കും എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചടിച്ചു എന്ന നിലയിലോ അല്ലെങ്കിൽ തിരിച്ചടിക്കും എന്നുള്ളതാണോ ഇപ്പോഴും അവിടുത്തെ ചർച്ചകളിൽ നിൽക്കുന്നത്? അതെ, ഈ ഫോഴ്സ്ഫുള്ളി റിയാക്ട് ചെയ്യാൻ തന്നെയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് ഉൾപ്പെടെ താല്പര്യം. കാരണം മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. 4 പേരോളം മരണം സംഭവിച്ചു, 10-20 പേരിൽ കൂടുതൽ പരിക്കേറ്റായിരുന്നു. പിന്നെ സീസ്ഫയർ വയലറ്റ് വീണ്ടും 2 തവണ റോക്കറ്റ് ഇത് വന്നു. അപ്പൊ അതുകൊണ്ട് റിയാക്ട് ചെയ്യണമെന്ന് ആണ് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നത് തന്നെ. സീസ്ഫയറിനോട് ജനങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എല്ലാം ഇടപെട്ടപ്പം അതിന്റെ തീവ്രത കുറയ്ക്കാനായിട്ടുള്ള രീതിയിലാണ് ചെയ്യും, പക്ഷെ തീവ്രത കുറവാന്നുള്ളത്. അപ്പൊ റഡാർ സിസ്റ്റത്തിൽ ഇത് ചെയ്യാനാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനം. അതിന്റെ ചർച്ചകളൊക്കെ നടക്കും. ശരി, അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, എന്താണ് താങ്കൾ